അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇർഷാദുൽ ഇബാദ് സബ്ക്ക് 50. നിസ്കാരത്തിൽ ഖുശൂഇന്റെ അനിവാര്യതയും മഹാന്മാരായ ആളുകൾ നിസ്കാരത്തെ സമീപിച്ച രീതിയുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെ സംഭവത്തിലേക്ക് വരാം. വറുവിയ അൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുകയാണ്. ഞാൻ കിതാബ് വായിക്കുകയാണ്. അന്നഹു ഫി ബഅദിൽ ഹുറൂബിൽ ജിഹാദിയ, ഇസ്ലാമിക ധർമ്മസമരത്തിന്റെ ഒരു യുദ്ധത്തിൽ ഉസീബ ബിസഹമിൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരു അമ്പേറ്റു. സുമ്മ ജുദിബ അസ്സഹമു മിൻ ഉളുബിഹി ശരീഫ്, പിന്നെ ആ പവിത്രമായ ശരീരത്തിൽ നിന്ന് ആ അമ്പ് വലിച്ച് കളയപ്പെട്ടു. വബഖിയ നസ്ലു ഫീഹി, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു മുന അവിടെ ബാക്കിയായി പോയി. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഇദാ ലം യുജ്റഹിൽ ഉളുബു ലാ യുംകിനു ഇസ്തിഖ്റാജു നസ്ലു മിൻഹു, ഇനി ആ അവയവം ഓപ്പറേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, ആ അവയവം മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ അവിടെ നിന്ന് ആ മുന പുറത്തെടുക്കാൻ സാധ്യമല്ല. ആ രീതിയിൽ അത് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ കൂടിയ ഭിഷഗ്വരന്മാർ, ഡോക്ടർമാർ അഭിപ്രായം പറയുകയാണ്. വനഖാഫു മിൻ ഇദാഇ അമീറുൽ മുഅ്മിനീന വഖത്ഇ ഉളുബിഹി, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അലി തങ്ങളുടെ ശരീരം വേദനിപ്പിക്കാൻ, ബഹുമാനപ്പെട്ടവരുടെ അവയവം മുറിച്ചു കളയാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങൾക്ക് മടിയുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫഖാല റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുകയാണ്, ഇദസ്തഖൽതു ബിസ്സലാത്തി ഫസ്തഖിർജു, ഞാൻ നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഞാൻ നിസ്കാരവുമായി വ്യാപൃതനായി കഴിഞ്ഞാൽ, ഫസ്തഖിർജുഹു, നിങ്ങളത് പുറത്തെടുത്തു കൊള്ളുക. ഫഫ്തതഹ സ്വലാത്ത, അങ്ങനെ മഹാനവറുകൾ നിസ്കാരം തുടങ്ങി. വഹും ഖത്വഉ അംജറഹുൽ ഉളുവ, അവരത് അവയവം മുറിച്ചു മാറ്റി. വസ്തഖ്റജുൻ നസ്ല, അവയവം മുറിച്ചുകൊണ്ട്, മുറിച്ചു മാറ്റി എന്നല്ല, അവയവം മുറിച്ച് ആ മുന പുറത്തെടുത്തു. വഹുവ റളിയല്ലാഹു അൻഹു ലം യതഗയ്യറ ഫീ സ്വലാത്തിഹി, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തിൽ ഒരു ഭാവ പകർച്ചയും ഉണ്ടായില്ല, ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല. ഫലമ്മ ഫറഗ, എത്രത്തോളം ബഹുമാനപ്പെട്ടവർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല, ചോദിക്കുകയാണ്, ലിമലം തസ്തഖ്റിജു, എന്തേ നിങ്ങളത് പുറത്തെടുത്തില്ല? എൻ്റെ മുന പുറത്തെടുക്കാൻ പറഞ്ഞിട്ട്, എൻ്റെ അവയവം മുറിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തേ അത് ചെയ്തില്ല? ഫഖാലു ഖദ് ഇസ്തഖ്റജ്നാഹു, അപ്പോൾ അവർ പറഞ്ഞു, തങ്ങളെ, നമ്മൾ തങ്ങളുടെ അവയവം മുറിച്ചു, ആ മുന പുറത്തെടുത്ത് കളഞ്ഞു തങ്ങളെ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ നിസ്കാരത്തിന്റെ ഹാൽ എന്താണ്? അവരൊക്കെ നിസ്കാരത്തിൽ അള്ളാഹുവിലേക്ക് പൂർണ്ണമായും ലയിച്ച് ചേർന്നുകൊണ്ടാണ് നിസ്കരിച്ചത്. വേദന അറിയാതിരിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിസ്കരിക്കുന്ന സമയമാണ് അവർ തെരഞ്ഞെടുത്തത്. മാഷാ അല്ലാഹ്, ഫൻദുർ ഇലാ ഇഖ്ബാലിഹി അലാ റബ്ബിഹി, അലി റളിയല്ലാഹു അൻഹു തന്റെ രക്ഷിതാവിലേക്ക് മുന്നിട്ട രീതി ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. ഹത്താ ലം യുഹിസ്സ ബിജർഹിൽ ഉളുവി, അവയവം മുറിച്ചിട്ട് പോലും അറിഞ്ഞതുപോലുമില്ല. വസ്തിഖ്റാജിൻ നസ്ലി മിൻ ജൗഫിൽ ലഹ്മി, മാംസത്തിന്റെ ഉള്ളിൽ നിന്ന് മുന പുറത്തെടുത്തിട്ടും അതേ അറിഞ്ഞതുപോലുമില്ല. ഫനഹ്നു ഇദാ അദ്ദനാ ഖംലത്തുൻ ഔ ബർഗൂസ, നമ്മുടെ അവസ്ഥ എന്താണ്? ഇദാ അദ്ദനാ ഖംല, നമുക്കൊരു പേൻ കടിച്ചാൽ, ഔ ബർഗൂസ, അല്ലെങ്കിൽ ഒരു ചെള്ളു കുത്തിയാൽ, ബൽ ഇദാ വഖഅ അലൈനാ ദുബാബുൻ, പോട്ടെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഈച്ച വന്നിരുന്നാൽ പോലും, നതശവ്വശു, നമ്മുടെ നിസ്കാരത്തിനാകെ തശ്വീഷാവും, നിസ്കാരത്തിനാകെ അശ്രദ്ധമായി പോകും, നിസ്കാരത്തിന്റെ ശ്രദ്ധ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഫലാ യബ്ഖാ ലനാ ഹുളൂറുൻ, നമുക്ക് പിന്നെ ഒരു മനസ്സാന്നിധ്യവും ബാക്കി ഉണ്ടാവുകയില്ല. ഫഅയ്ന നഹ്നു മിൻ തിൽക്കൽ ഹാലാത്തി വൽ മഖാമാത്ത്, ഈ മഹാന്മാരുടെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നിസ്കാരം എവിടെ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ? ഇനി ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ അലി സൈനുൽ ആബിദീൻ തങ്ങളെ കുറിച്ചുള്ള സംഭവമാണ് ഉദ്ധരിക്കുന്നത്. വഹുകിയ അൻ സൈനുൽ ആബിദീൻ അലി ഇബ്നുൽ ഹുസൈൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സൈനുൽ ആബിദീൻ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഹിക്കായത്ത് ചെയ്യപ്പെടുന്നു. അന്നഹു കാന ഇദാ തവദ്ദഅ ഇസ്ഫറ ലൗനുഹു, ബഹുമാനപ്പെട്ടവർ വുളൂ എടുക്കാൻ തുടങ്ങിയാൽ തന്നെ ഇസ്ഫറ ലൗനുഹു, അദ്ദേഹത്തിന്റെ നിറം മഞ്ഞളിക്കും, ബഹുമാനപ്പെട്ടവരുടെ നിറം മാറിപ്പോകും. വുളൂ എടുക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ നിറം മാറും. വഇദാ ഖാമ ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാലോ, ആഖദത്ഹു റിഅദത്തുൻ, ബഹുമാനപ്പെട്ടവരെ ഒരു തരം വിറയൽ പിടികൂടും. ബഹുമാനപ്പെട്ടവർക്ക് ഒരു തരം വിറയൽ അനുഭവപ്പെടും. പേടിച്ച് വിറച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഫഖീല ലഹു, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, മാലക, തങ്ങളെ, തങ്ങൾക്ക് എന്തു പറ്റി? എന്താണ് തങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ആരെയാണ് തങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്?
എന്ന് ചോദിച്ചപ്പോൾ ഫഖാല വൈഹക്കും, അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? അതദറൂന ബൈന യദൈ മൻ അഖൂമു, ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? വലിമൻ ഉരീദു അൻ ഉനാജി, ആരോടാണ് ഞാൻ മുനാജത്ത് നടത്തുന്നത്, ആരോടാണ് ഞാൻ സംഭാഷണത്തിന് ഒരുങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? രാജാതിരാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഭയപ്പെടാതിരിക്കും? പ്രിയപ്പെട്ടവരെ, അങ്ങനെയായിരുന്നു മഹാനവറുകളുടെ മറുപടി. വഅന്നഹു വഖഅ ഹരീഖുൻ ഫീ ബൈതിഹി, ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരു അഗ്നിബാധയുണ്ടായി. വഹുവ സാജിദുൻ, ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ സുജൂദിലായിരുന്നു. ഫജഅലൂ യഖൂലൂന ലഹു, എല്ലാവരും പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, യബ്ന റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ മകനെ, ഓ റസൂലുള്ളാഹിയുടെ പുത്ര, അന്നാർ അന്നാർ, തീ തീ. ഫമാ റഫഅ റഅസഹു, പക്ഷേ സുജൂദിൽ നിന്നും തല ഉയർത്തിയില്ല. ഫഖീല ലഹു ഫീ ദാലിക, അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്തേ നമ്മൾ പറഞ്ഞിട്ടൊന്നും നിസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്നത്? ലമ്മാ റഫഅ റഅസഹു, തലയൊക്കെ ഉയർത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു. ഫഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണ്? അൽഹത്നി അൻഹന്നാറുൽ കുബ്ര, അതെ, ഈ ചെറിയ തീയിനെ തൊട്ട് വരാനിരിക്കുന്ന നരകത്തിന്റെ വലിയ അഗ്നി, അതെ, എന്റെ ശ്രദ്ധ മാറ്റിയിരിക്കുന്നു. വലിയ തീ, ഈ ചെറിയ തീയിനെ തൊട്ട് എന്റെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. ഇതിലും വലിയ നരകത്തിന്റെ തീയിനെ പേടിച്ചിട്ടാണോ ഞാൻ ജീവിക്കുന്നത് എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയാണ്. ഫൻദുർ അയ്യുഹൽ ഗാഫിലു ഫിസ്സലാത്തി ബൈന യദൈ മൻ തഖൂമു വമൻ തുനാജി, ഏ അശ്രദ്ധവാനായ മനുഷ്യ, നിസ്കാരത്തിൽ നീ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കൂ. ആരോടാണ് നീ സംഭാഷണത്തിന് ഒരുങ്ങുന്നതെന്ന് ആലോചിക്കൂ. വസ്തഹി അൻ തുനാജിയ മൗലാക, നിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുന്നതിൽ നീ ലജ്ജിക്കൂ. ബിഖൽബിൻ ഗാഫിൽ, അശ്രദ്ധമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് നിനക്ക് ലജ്ജ വേണം. വസ്വദിരിൻ മശ്ഹൂനിൻ ബിവസാവിസിദ് ദുനിയ വഖബായിസിശ് ശഹവാത്ത്, ദുനിയാവിന്റെ ദുർചിന്തകളും തന്നിഷ്ടങ്ങളാകുന്ന മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ ഹൃദയവുമായിട്ട്, അതേ, ദേഹേച്ഛയാകുന്ന മ്ലേച്ഛത്തരങ്ങൾ, മാലിന്യങ്ങളും ദുനിയാവിന്റെ ദുർചിന്തകളും നിറഞ്ഞുകൊണ്ടുള്ള നിന്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് നീ ലജ്ജിക്കണം. അമാ തഅലമു അന്നഹു മുത്തലിഉൻ അലാ സരീറതിക, നിനക്കറിയില്ലേ അള്ളാഹു നിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്, നിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവനാണ്. വനാളുറുൻ ഇലാ ഖൽബിക, നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നവനാണ്. വ ഇന്നമാ യതഖബ്ബലു മിൻ സ്വലാതിക, നിന്റെ നിസ്കാരത്തിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുന്നത് ബിഖദ്രി ഖുശൂഇക വ ഖുദൂഇക വ തവാദുഇക വ തളർറുഇക, നിന്റെ ഭക്തിയുടെയും നിന്റെ മനസാന്നിധ്യത്തിന്റെയും നിന്റെ താഴ്മയുടെയും നിന്റെ സമർപ്പണത്തിന്റെയും തോതനുസരിച്ചിട്ട് മാത്രമാണ് നിന്റെ നിസ്കാരത്തിൽ നിന്നും സ്വീകരിക്കുന്നത്. എത്ര കണ്ട് ഖുശൂ ഉണ്ടോ ആ ഖുശൂ ഉള്ള ഭാഗം മാത്രമാണ് സ്വീകരിക്കുന്നത്. ഫഅ്ബുദ്ഹു ഫീ സ്വലാതിക, അതുകൊണ്ട് അള്ളാഹുവിനെ നിന്റെ നിസ്കാരത്തിൽ നീ ആരാധിക്കുക. കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിനെ കണ്ട് ആരാധന ചെയ്യുന്നത് പോലെ നീ നിസ്കരിക്കുക. ഫഇല്ലം തകുൻ തറാഹു, യഥാർത്ഥത്തിൽ നീ അവനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ, തീർച്ചയായും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ തന്നെ നിസ്കാരം നിർവഹിക്കുക. അല്ലാഹു തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ, അവൻ സ്വീകരിക്കുന്ന രീതിയിൽ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.